ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. നമുക്ക് ഹീറോയിനെ നോക്കാം. ഇപ്പം ഫസ്റ്റ് എപ്പിസോഡിലെ ഹീറോയി വീട്ടിലിങ്ങനെ നടന്നു വന്നായിരുന്നു. ഹീറോയിൻ്റെ അമ്മ വഴക്ക് പറയുന്നത് കേട്ടു. ഹീറോയി ഓടി വന്നു. എന്ത് പറ്റി അമ്മ? എന്ത് പറ്റി? ഇല്ല, നീ പാക്കപ്പ് ചെയ്തു. എന്താ വെച്ചാൽ നീ പറയുന്നത്? നീ പാക്കപ്പ് ചെയ്യ്. എന്നാൽ ഹീറോയുടെ അച്ഛ ടെൻഷനിൽ വഴക്ക് പറയാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും മനസ്സില്ല. ശരി അച്ഛാ, ഞാൻ പാക്കപ്പ് ചെയ്യാം. ശരി, ഓക്കെ അച്ഛാ. എന്നാൽ ഹീറോയി പോയി ഡ്രസ്സെല്ലാം നിങ്ങൾക്ക് എല്ലാം ബാലൻസ് അതല്ല പാക്കപ്പ് ചെയ്തോ. ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല, എന്തോടെ നടക്കുന്നൊന്നും അറിയില്ല. എല്ലാ സാധനവും പാക്ക് ചെയ്തു. ശരി, നീ പോയിട്ട് എത്തിയ പിന്നെ എനിക്ക് കോൾ ചെയ്യണം. ശരി അച്ഛാ. അപ്പോൾ ഞാൻ എവിടേക്കാ പോവാ? നിന്നെ ഞാൻ ദൂരം അയക്കാൻ പോവാ. എവിടെ ഇരുന്നാൽ നീ ശരിയാല? അവൻ നിന്നെ ടോർച്ച് ചെയ്യും. ആരച്ചാ? അതെനിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാവില്ല. നീ കൊറിയൊക്കെ പോയിക്കോ. അത് മാത്രമല്ല സീക്രട്ടാ. നീ കൊറിയയിൽ പോയി അവിടെ സെറ്റിലാക്കിക്കോ. അച്ഛാ അത് പറഞ്ഞൊക്കെ എല്ലാവരും പോവാം. നിൻ്റെ ഫ്രണ്ട് കൊറിയൊക്കെ പോവാം. അവൾക്ക് അവിടെ ജോബ് കിട്ടീന്. നിനക്കതേ അവിടെ നിന്ന് ഞാൻ ജോബ് ചെയ്തത്. നിങ്ങൾ രണ്ടെല്ലാം ഒരേ കമ്പനിയാണ് ജോലി ചെയ്യാൻ പോവാ. എന്താ വെച്ചാ? എൻ്റെ ഫ്രണ്ട് അവിടെ ജോലി ചെയ്യാം. പറഞ്ഞൊക്കെ അറിയാ. നീ അവിടെ നിന്ന് ജോലി ചെയ്തോ. ശരി അച്ഛാ. ശരി, ഓക്കെ. ശരി, ഓക്കെ. നീ ഇപ്പോഴും നീ ഫോണിലൊന്ന് കോൾ ചെയ്യണ്ട. ഞങ്ങളുടെ സീക്രട്ട് റൂമിലുള്ള അതിൽ ഫോൺ ചെയ്ത് മതി. ഞാൻ എത്ര മണിക്ക് കോൾ ചെയ്യുന്നത് എന്നെ കോൾ ചെയ്ത് ഞാൻ മാത്രം സംസാരിക്കാൻ. മനസ്സിലായോ? ശരി അച്ഛാ. ശരി, ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞു ഹീറോയി. ഞാൻ കോൾ ചെയ്തപ്പോൾ എടുത്താൽ മതി. നീ മാത്രം കോൾ ചെയ്യേണ്ട. ഹീറോയിൻ്റെ അച്ഛ പറഞ്ഞായിരുന്നു. ശരി അച്ഛാ എന്ന് പറഞ്ഞു ഹീറോയി. അതുകൊണ്ട് ഹീറോയിൻ കൊറിയൊക്കെ പാർസൽ ചെയ്തു ഫ്രണ്ടിൻ്റെ കൂടെ. കീർത്തി മച്ചി എന്തൊരു അച്ഛനാ. ശരി, അച്ഛനൊരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ നമുക്ക് പോവാം. രണ്ടുപേരും അവിടേക്ക് ഇങ്ങനെ രണ്ടുപേര് കമ്പനിക്ക് ജോലി ചെയ്തു തരുന്നു. ഹീറോയ്ക്ക് ജോലി കിട്ടിയായിരുന്നു കമ്പനി. മച്ചി എടി കമ്പനി ഭയങ്കര ഇത് പാർക്ക് കമ്പനി മച്ചി. പാർക്കാ? അതെ, പാർക്ക് ജിമ്മിൻ്റെ കമ്പനിയാണ്. ഭയങ്കര ഫേമസ് കമ്പനിയടി. ശരി, ഓക്കെ. അത് മാത്രമല്ല ഇവർ മുമ്പുള്ള ഒരു ഐഡൽസ് ആയിരുന്നു. 3 പേരാണ് കമ്പനി CEO. കമ്പനി CEO ജിമ്മിനാണ്, പാർക്ക് ജിമ്മിൻ. ഇവൻ ഐഡലാണോ നിങ്ങൾക്ക് അറിയില്ല മച്ചി. ഐഡൽ പറഞ്ഞ ജിമ്മിൻ? അതെടി, ജിമ്മിനിക്ക് മാരേജ് ആയിരുന്നല്ലടി. നിനക്ക് മുമ്പ് ക്രഷ് ആയിരുന്നു. അതെ, ഹീറോയി പറയുന്നു സാഡായിട്ട്. മാരേജ് ആയില്ലടി. അതെ, ഹീറോയി സാഡായിട്ട് പറയായിരുന്നു. ശരി, ഓക്കെ, വാ നമുക്ക് പോവാം എന്ന് ഹീറോയിൻ ഹോട്ടലിലെ ഡ്രസ്സെല്ലാം എല്ലാ ഡ്രസ്സെല്ലാം ഇവിടെ വെച്ച്. ശരി, നമുക്ക് റെസ്റ്റ് എടുക്കാം, നാളെ പോകാവുന്നതാണ്. അങ്ങനെ ഹീറോയിനായിട്ട് നല്ല ഡയറ്റായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങി. രാവിലെ എല്ലാവരും റെഡി ആയിട്ട് ഹീറോയിൻ എത്ര മണിക്കാണ് പോകുന്നത്? അതെ, ഇവിടുന്ന് എത്ര മണിക്ക് പോകുന്നത് ഹീറോയി ചോദിച്ചായിരുന്നു. അവരോട് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. ഹീറോ റെഡി ആയിട്ട് കമ്പനിക്ക് വന്നു. അവിടെ ജങ്കുക്ക് ഇരുന്നവിടെ സംസാരിക്കുമായിരുന്നു. ജിമ്മിന് വന്നിട്ടില്ലായിരുന്നു. ഹായ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പേരെന്താണ്? ഓ, പ്രിയാണോ? ഓ, ശരി, ഓക്കെ എന്ന് ഹീറോയിനോട് പറയായിരുന്നു. ശരി, ജങ്കുക്ക് ഹീറോയുടെ ഫ്രണ്ട് സംസാരിച്ചതായിരുന്നു. ഹീറോയുടെ ഫ്രണ്ടാണ് പോകുന്നത്. നിങ്ങൾക്കോട് ജോബ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി വെളിയിൽ പോയി. മച്ചി ഞാനടുത്തത് പോകുന്നത്. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് സംസാരിച്ചുമായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മച്ചി ജോലി കിട്ടിയല്ലടി. അതെ എന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ 2 പേർ ജോലി ചെയ്യുന്നത്. ജിമ്മിന് 2 ദിവസമായി വന്നേയില്ല ഓഫീസൊക്കെ. ബേബിനെ നോക്കുന്ന ക്യാരിങ്ങിൽ ഹീറോയി വന്നത് ജോയിൻ ചെയ്തപ്പോഴാണ്. ഹീറോയി വന്ന് ഫസ്റ്റ് ടൈം വന്നായിരുന്നു ഹീറോയി. പിന്നെ മച്ചി എന്തടി കമ്പനിയിൽ ഒരാൾ പറഞ്ഞു കേട്ടോ, ഇന്ന് CEO വന്നിട്ടില്ലാന്ന്. ഹീറോയി ജോയിൻ ചെയ്തത്രേ. നാളെ CEO വരില്ലടി, 2 ദിവസം ലീവ് കിട്ടേ പറഞ്ഞാൽ ഒരു ഗേൾസ് സംസാരിക്കാതെ ഹീറോയ്ക്ക് മനസ്സിലായി. എന്ത് CEO വന്നിട്ടില്ലേ? അതെ. അപ്പോൾ കമ്പനി എൻട്രി എടുത്തത് അത് 2 CEOമാരെ, വലിയ CEO വന്നിട്ടില്ല പറഞ്ഞു. ശരി, ഓക്കെ എന്ന് ഹീറോയി നന്നായി ജോബ് ചെയ്താണെങ്കിൽ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ജിമ്മിൻ വന്നു. ജിമ്മിൻ വന്നപ്പോൾ ഹീറോയി ഇങ്ങനെ ബേബീസിനെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് ഹീറോയിൻ നോക്കി. കയ്യിലൊരു ക്യൂട്ടായിട്ട് ബേബിയാണ്. ഹീറോയ്ക്ക് കാണാൻ പറ്റില്ല, പാതി മാത്രം കണ്ടായിരുന്നു. ഹീറോയിനെ തിരിഞ്ഞ് സ്മൈൽ ചെയ്ത് ഹീറോയ്ക്ക് ആ ബേബി സ്മൈൽ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു. വാവ്, എന്ത് ക്യൂട്ടാണ് സ്മൈൽ ചെയ്യുന്നത് എന്ന് ഫ്രണ്ടിനെ കുത്താൻ തുടങ്ങി. ഫ്രണ്ട് പൊടി ഒരു കൈ വേദന. ഇതിലെത്ര തന്നിനടി ഏതോന്നില്ല. ടയർഡ്. സ്കൂളിൽ ഇങ്ങനെ തന്നിട്ടുമില്ല, കോളേജിൽ ഇവിടെ എന്തായാലും എത്ര ഫയലടി. ഞാൻ ടോട്ടല് 2 ഫയൽ ചെയ്ത മച്ചി. ഹീറോയി പറ 2 അപ്പോൾ ഇത്ര നേരം എന്താ ചെയ്താ? ഇല്ലടി, ഇവിടെ കുറച്ച് സൈറ്റ് അടിച്ചതിടി. അവിടെ കണ്ട ഒരു ബോയ്, അവന് ക്യൂട്ടായിട്ടുണ്ട്, അത് സൈറ്റ് അടിച്ച. നീ എത്ര ഫയൽ ചെയ്ത? 4 ഫയൽ മച്ചി. ഇത് ഒരു ഫയലാണ്. ഓ, ശരി, ഓക്കെ. ഹീറോയി ഫയലെല്ലാം ചെയ്ത് കഴിഞ്ഞു. കമിൻ സർ. കമിൻ പറഞ്ഞു. ഹീറോയി വന്ന് ജിമ്മിനായിരുന്നു ഉണ്ടായിരുന്നു. 2 പേരില്ല വന്നിട്ടില്ലായിരുന്നു. അവർ 2 പേര് സർ
സർ, ഫയൽ ഓൾറെഡി തന്നിരുന്നു. എൻ്റെ ജങ്കുക്ക് വി തന്നത്. സാറാ ജിമിൻ ഇങ്ങനെ ഫയൽ നോക്കി. എന്നെ നോക്കിയ ഫയൽ തന്നെ വായി കഴിച്ച് ബേബി അവിടെ ക്യൂട്ടായിട്ട് ഉറങ്ങിയിരുന്നു. ഹീറോയിൻ ബേബിനെ നോക്കുമായിരുന്നു. മേ കമ്മിങ് എന്ന് പറഞ്ഞു. ജങ്കുക്ക് വി കമ്മിങ് എന്ന് പറയുന്നു. പ്രിയ നീ വന്നോ? അതെ സർ വന്നായിരുന്നു. ഫയൽ ഞാൻ ചെയ്തു. ഓ ജിമ്മിന് കഴിഞ്ഞ് ഫയൽ താടാങ്ങി. കറക്റ്റ് ഫയൽ ചെയ്ത. ഹീറോ ബേബീനെ എന്നൊക്കെ നോക്കാമായിരുന്നു. ഇത് വി ശ്രദ്ധിച്ചു. വി പറഞ്ഞു പ്രിയ ഇങ്ങോട്ട് വാ. എന്താ സർ? ഇല്ല അതെനിക്കത് ബേബീനെ ഇഷ്ടപ്പെട്ടു. ഇല്ല കാണാൻ പറ്റില്ല സാർ, അതുകൊണ്ട് അങ്ങനെ ബേബി ക്യാരിനിട്ട് അത് വി എടുത്തോണ്ട് വന്നു. ജിമ്മിന് കൈ എടുക്കുന്നു. ഇല്ലടാ ബേബി ഇങ്ങനെ നോക്കാന്ന്. അങ്ങനെ ഹീറോയ്ക്ക് കാട്ടി ബേബി കേട്ട ബേബീനെ നോക്കി ഹീറോയ്ക്ക് ബേബിനെ ഫുൾ മേഡ് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആയിട്ട് ശരി ഓക്കെ തന്നെ ഡേയ്സ് പോകാൻ തുടങ്ങി. ജങ്കുക്ക് വിളിച്ചു. പ്രിയ എന്ത് പറ്റി? ഇതാ ഈ ഫയൽ കൊണ്ട് ജിമ്മിൻ്റെ വീട്ടിൽ പോയിട്ട് സൈൻ ചെയ്തു വാ. സാർ അത് പറഞ്ഞേക്ക് സാറ് പേടിയാവാ സാർ, കോൾഡാണല്ലേ, എല്ലാവരും കോൾഡ് പറയാം, അതുകൊണ്ട് എനിക്ക് പേടിയാവാം പിന്നെ ഹീറോയി പറഞ്ഞു. സാറില്ല നീ പോയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഹീറോയി ഓക്കെ എന്ന് പറഞ്ഞ് ഫയൽ ജിമ്മിൻ്റെ വീട്ടിലേക്ക് വന്നു. ജിമ്മിൻ്റെ വീട് വലിയ വീടാണ്. ഹീറോയി വായ് വളർന്നു. അവിടുത്തെ സെക്രട്ടറി ചോദിച്ചു എന്നെ ജിമ്മിൻ സാറിനെ കാണാൻ വന്നതാ, ജങ്കുക്ക് സാർ അയച്ചതാ പറഞ്ഞു. അങ്ങനെ ജങ്കുക്ക് കോൾ ചെയ്ത് ജങ്കുക്ക് കോൾ ചെയ്ത് ചോദിച്ചായിരുന്നു. ഓക്കെ പറഞ്ഞു. ശരി ഓക്കെ ഇങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. എന്താ ഇവിടെ വീട്ടിൽ ഫുൾ ബോഡി ഗാർഡ്, എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് അയ്യോ ഇവരൊരു മാഫിയാണോ എന്ന് ഹീറോയിൻ മനസ്സിലിരിക്കുകയാണെങ്കിൽ അകത്ത് വന്ന് ഒരു മേഡ് തുറന്നു വാതിൽ. സാറ് മുകളിൽ എന്നുകൊണ്ട് പറഞ്ഞു. ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ ജിമിൻ ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് പാൻറ് ഡ്രസ്സ്. അങ്ങനെ ബേബിനെ ഇങ്ങനെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിനെ കണ്ട് ഷോക്കായി. ജിമിൻ എന്താ ഇവിടെ ചെയ്തത്? സാറ് ജങ്കുക്ക് സാർ അയച്ചതാ എന്ന് പറഞ്ഞ് ഫയൽ സൈൻ ചെയ്യാൻ പറഞ്ഞതാ. ശരി ഓക്കെ ഞാൻ സൈൻ ചെയ്യാം. ബേബിക്ക് അറിയാം സാർ, ഞാൻ ബേബി നോക്കിക്കോളാം. സാർ സൈൻ ചെയ്താ. ശരി ഓക്കെ ബേബി നോക്കിക്കോളാം. ഹീറോയി ബേബിനടുത്ത് എത്തിയത്ര ബേബിക്ക് അരിഞ്ഞ നിന്നു. ജിമിനിക്ക് ഷാക്കായി. എന്താ കരച്ചാൽ നിന്നാലോ? ജിമിൻ ശ്രദ്ധിച്ചത്